Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. മുളവൂരിനെ ഭക്തിസാന്ദ്രമാക്കി ശ്രേഷ്ഠ ഭാവിയുടെ സന്ദർശനം. ഭാവിക്ക് മുളവൂർ പൊന്നിരിക്കപ്പറമ്പിൽ ആവേശോജ്വലമായ വരവേൽപ്പ് നൽകി. ആത്മീയ ചൈതന്യം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ മുളവൂർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 93ാമത് ശിലാസ്ഥാപന പെരുന്നാളിനും വിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപനത്തിനുമായി എത്തിയ ശ്രേഷ്ഠ കാത്തോലിക്ക ആബോന്മാർ ബെസേലിയോസ് ജോസഫ് ബാവയ്ക്ക് മുളവൂർ പൊന്നിരിക്കപ്പറമ്പിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനാ നിർഭരമായ സാന്നിധ്യവും ആവേശവും മുളവൂരിനെ ഒരു പുണ്യഭൂമിയാക്കി മാറ്റി. കാരിക്കുന്നം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ശ്രേഷ്ഠ ഭാവിയെ മുളവൂരിലേക്ക് ആനയിച്ചത്. വഴിയോരങ്ങളിൽ ഭാവിയെ ദർശിക്കാനായി കാത്തുനിന്ന വിശ്വാസികൾക്ക് ആത്മീയ ദർശനം നൽകിക്കൊണ്ടുള്ള യാത്ര മുളവൂർ പൊന്നിരിക്കപ്പറമ്പിലെത്തിയപ്പോൾ ജനസമുദ്രമായി മാറി. പൊന്നിരിക്കപ്പറമ്പിൽ സജ്ജീകരിച്ച പ്രത്യേക വേദിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ ഭാവിയെ സ്വീകരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ മത, സാമുദായിക, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ആദരവോടെ ശ്രേഷ്ഠ ഭാവിയെ വരവേറ്റു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ്യമേളത്തിന്റെ അകമ്പടിയോടെ പള്ളിയിലേക്ക് നടന്ന സ്വീകരണ ഘോഷയാത്ര നാടിന്റെ ഒത്തൊരുമയുടെ വിളംബരമായി മാറി. ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിലും മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനിയുടെ സഹകാർമ്മികത്വത്തിലും സന്ധ്യാനമസ്കാരം ഭക്തിസാന്ദ്രമായി നടന്നു. തുടർന്ന് വിശ്വാസികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് വിശുദ്ധ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ തിരുശേഷിപ്പ് പള്ളിയിൽ സ്ഥാപിച്ചു. യാക്കോബായ സഭയുടെ കരുത്തനായ ഇടയനായിരുന്ന കാലം ചെയ്ത മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനായി പള്ളിയുടെ നവീകരിച്ച പാരിഷ് ഹാളിന് അദ്ദേഹത്തിന്റെ നാമകരണം നടത്തി. അതോടൊപ്പം പുതുതായി ആരംഭിച്ച മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ഇടവക ലൈബ്രറിയുടെ ഉദ്ഘാടനവും ശ്രേഷ്ഠഭാവ നിർവഹിച്ചു. ഫെബ്രുവരി 1 ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടെ പെരുന്നാൾ ചടങ്ങുകൾ തുടരും. അവാർഡ് ദാനം, സെമിത്തേരിയിലെ ധൂപപ്രാർത്ഥന, ഭക്തി നിർഭരമായ പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് കൊടിയിറങ്ങുന്നതോടെ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.